വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്കിത് പകുതിയാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പകുതിയാക്കി ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കൂലേ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നിറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 വലിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പുതിനയുടെ ഇല അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. മസാല തേക്കുന്നതിന് മുമ്പ് ചിക്കനൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഈ സൈഡൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്യാണ്ടും വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാല പിടിക്കും കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ മസാലകളൊക്കെ പറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിത് വെക്കുന്നതിന് മുമ്പ് നോക്കണം. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുത്താം. ഞാൻ അതിലൊട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ചാറ് ആ ചിക്കനിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് 2 വിസിലിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ 2 വിസിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എയർ പോയി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ നമ്മുടെ കുക്കറിൽ ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുക്കർ മത്തി എന്നാണ് വായിൽ വരണ. ഇതിന് മുമ്പ് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയവർ അപ്പോൾ ഈ റെസിപ്പിയും ചെയ്ത് നോക്കിട്ടാ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുബൂസിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, സാധാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സവാളക്കൊക്കെ നല്ല വില കൂടുതലല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കിട്ടാ. പിന്നെ ഇത് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് മുഴുവനോടിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടത്. കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടല്ലേ.
വലിയ കഷ്ണമാക്കിയിട്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതും അതേപോലെ തന്നെ കുക്കറിൽ ചെയ്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുക്കർ ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇത്. കുബൂസിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇതിൽ എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് കൂട്ടി കൊടുക്കുക. എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുബൂസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അതെ, നന്നായിട്ട് വെന്തിട്ട് കണ്ടിട്ട് ചിക്കൻ. കുബൂസിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.